ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മാതൃമരണനിരക്കും ശിശുമരണനിരക്കും ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം. അതേസമയം ഇന്ന് നാം ഏറെ വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ ചിലതാണ് പുതുതായി വന്നിട്ടുള്ള സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും. ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള പോഷക ആഹാര ഗവേഷണ കേന്ദ്രം ഈ അടുത്ത കാലത്ത് കൗമാരപ്രായക്കാരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ സൂചിപ്പിക്കുന്നത് 50% കുഞ്ഞുങ്ങൾക്ക് പോഷണക്കുറവുണ്ട് എന്നുള്ളതാണ്. പാരമ്പര്യ ഭക്ഷണത്തിൽ നിന്ന് നാം മാറിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് പോഷകക്കുറവ്, അതുപോലെ തന്നെ മറുവശത്ത് കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് ഉള്ള പ്രശ്നങ്ങൾ. ഇത് ഒക്കെ പരിഹരിക്കേണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് അനിവാര്യമായിരിക്കുകയാണ്. രക്ഷകർത്താക്കൾ, കുട്ടികൾ, അധ്യാപകർ എന്നിവരെല്ലാം തന്നെ പോഷക ആഹാരത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള പോഷകാഹാര ഗവേഷണ കേന്ദ്രം ഈ ആനിമേഷൻ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ ഡോളി? എന്താ ഡോളി, മാമ്പഴം കഴിച്ചോ? കഴിച്ചു. എങ്കിലിങ്ങി വന്നേ, കാപ്പി കുടിക്കാം. വരുന്നു. അമ്മ വിളിക്കുന്നു. എനിക്ക് ഇഡ്ഡലി വേണ്ട. കഴിക്കും മോളെ, നല്ല ഇഡ്ഡലിയാ. ദേ നോക്കി, എന്നാ ഒരെണ്ണം മതി. ദേ വാശി പിടിക്കാതെ, മുഴുവൻ കഴിച്ചേ പറ്റൂ. ഞാൻ കഴിക്കാം. അമ്മ പോ. ഇഡ്ഡലി കൊണ്ട് കളയുന്നു. വാ ഇവിടെ. ഇവിടെ ഇരുന്ന് മുഴുവനും കഴിച്ചോണം. എനിക്ക് ഇഡ്ഡലി വേണ്ട. എന്ത് പറ്റി ഡോളി? എന്ത് പറയാന്, അവൾക്കൊന്നും കഴിക്കാൻ വയ്യ. അയ്യോ പോട്ടടാ. ടിങ് ടി ടിങ്. ആയ് പട്ടം. മുഴുവൻ കഴിച്ചാലേ ചേച്ചി പട്ടം പരത്താൻ കൊണ്ടുപോവാ. എങ്കി കഴിക്കാം. മിടുക്കി. അമ്മേ ടാറ്റാ. വിളർച്ചയാണ് കാരണം. ഈ പ്രായത്തിൽ രക്തം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം. എന്താ മോളി, ഒന്നും കഴിക്കാറില്ലേ? ഇല്ല ഡോക്ടർ, മിക്കവാറും ഒന്നും കഴിക്കാതെയാ സ്കൂളിൽ പോകുന്നത്. രാത്രിയിൽ ആഹാരം കഴിഞ്ഞാൽ ശരീരത്തിന് ഊർജം കിട്ടുന്നത് പ്രഭാത ഭക്ഷണത്തിലൂടെയാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മുടക്കരുത്. അന്നജം, കൊഴുപ്പ്, മാംസ്യം, നാര്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയ സമീകൃത ആഹാരമാണ് കഴിക്കേണ്ടത്. ഇതൊക്കെയാണോ നമുക്ക് ശക്തി തരുന്നത്? മിടുക്കി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അന്നജമാണ് ശരീരത്തിനാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. ശരീരത്തിലെ അധികം ഊർജം സംഭരിച്ച് സൂക്ഷിക്കുന്നതും കൊഴുപ്പായിട്ടാണ്. നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നതും മിഴുപ്പ് നൽകി ഭംഗി കൂട്ടുന്നതും കൊഴുപ്പാണ്. പ്രോട്ടീൻ ശരീര നിർമ്മാണ പ്രക്രിയയെ സഹായിക്കുന്നു. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടുന്നതും പ്രോട്ടീനാണ്. ദഹന പ്രക്രിയയിൽ പോഷകാംശം വലിച്ചെടുക്കാനും മാലിന്യങ്ങൾ പുറന്തള്ളാനും സഹായിക്കുന്നത് നാരുകളാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം ആവശ്യമാണ്.
ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളുടെ കാറ്റലിസ്റ്റുകളായാണ് വിറ്റാമിനുകൾ പ്രവർത്തിക്കുന്നത്. കാഴ്ചശക്തി മുതൽ നാഡികളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് വരെ വിറ്റാമിൻ ആവശ്യമാണ്. കാൽഷ്യവും ഫോസ്ഫറസും പോലുള്ള ധാതുക്കളാണ് എല്ലുകളുടെയും പല്ലുകളുടെയും പ്രധാന ഘടകം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഓക്സിജൻ എത്തിക്കുന്ന ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകം ഇരുമ്പാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ കൊണ്ട് ശരീരകലകൾക്ക് തേയ്മാനം സംഭവിക്കും. ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നത് ആന്റി ഓക്സിഡന്റുകളാണ്. എത്ര രസകരമാണല്ലേ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ. ഹായ്, നല്ല രസം. ശരീരത്തിനുള്ളിൽ ഇതൊക്കെ നടക്കണമെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കണം കേട്ടോ. ധാരാളം വെള്ളവും കുടിക്കണം. ഞാനിനി എല്ലാം കഴിക്കാം ഡോക്ടർ. അമ്മേ, നാളെ പുട്ടും കടലയും വേണം. മറ്റന്നാൾ ചപ്പാത്തിയും പരിപ്പും, പിന്നെ ദോശയും സാമ്പാറും മതി. സമ്മതിച്ചു. എല്ലാം അമ്മ ഉണ്ടാക്കി തരാട്ടോ. കിഴങ്ങ് വർഗ്ഗങ്ങളും ധാന്യങ്ങളും കഴിച്ചാൽ നമുക്ക് ആവശ്യമായ അന്നജം കിട്ടും. ശക്തി തരുന്നത് അന്നജമാണ്. കടലയിലും പയറിലുമൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ഉണ്ട്. വലുതാവണ്ടേ? പാലിലും തൈരിലും വെണ്ണയിലും നെയ്യിലുമൊക്കെ ധാരാളം ധാതുക്കളും കൊഴുപ്പും പ്രോട്ടീനും ഉണ്ട്. നമുക്കാവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും നാരും ആന്റി ഓക്സിഡന്റുകളും ധാരാളമുള്ളത് പഴങ്ങളിലും പച്ചക്കറികളിലും ഇലക്കറികളിലുമാണ്. ഇറച്ചി, മീൻ, മുട്ട തുടങ്ങിയ മാംസാഹാരങ്ങളിൽ പ്രോട്ടീനും ധാതുക്കളും കൊഴുപ്പും ധാരാളമുണ്ട്. ഇതൊക്കെ കഴിച്ച് ഞാൻ അമ്മയോളം വലുതാവും. ആണോ? എല്ലാ ഭക്ഷണത്തിലും എല്ലാ പോഷകങ്ങളും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അതെല്ലാം അടങ്ങിയ പലതരം ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും കഴിക്കണം. പിന്നെ 8 ഗ്ലാസ് വെള്ളവും കുടിക്കണം. എങ്കിലേ വലുതാവൂ. ബാലുച്ചേട്ടൻ എവിടെ? ആ ഗുണ്ടപ്പിയോ എണീറ്റ് കാണില്ല. ബാലു, ഇതുവരെ റെഡി ആയില്ലേ? എണീക്കടാ അവിടുന്ന്. ഈ TV ഇന്ന് ഞാൻ. എനിക്ക് സ്കൂളിൽ പോവണ്ട. പിന്നെ എന്നെ എല്ലാവരും ഇരട്ട പേര് വിളിച്ച് കളിയാക്കും. എനിക്ക് പോവണ്ട. ഞാൻ അച്ഛനോട് പറയട്ടെ. അതെ, ഒന്നിങ്ങി വന്നേ. എന്തടാ മോനെ, ഇങ്ങി വാ. അച്ഛ, എനിക്ക് സ്കൂളിൽ പോവണ്ട അച്ഛ. ഹായ് ചിപ്സ്. ബാലുച്ചേട്ടാ. ഓ, ഇന്നും ഉണ്ടോ ഇത്? ചുമ്മാതല്ല എല്ലാരും കളിയാക്കുന്നത്. പോടോളി. ഗുണ്ടാപ്പി, ഗുണ്ടാപ്പി, ഐലസ. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? കരയിലെ ഏറ്റവും വലിയ ജീവി. ബാലു. എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ ബാലു? ചുമ്മാതല്ല. ബാലുച്ചേട്ടാ, ബാലുച്ചേട്ടാ.
ചെറുതായി ഉളുക്കിയതേ ഉള്ളൂ, ശരിയായിക്കോളും. പക്ഷേ ബാലുവിന്റെ പൊണ്ണത്തടി കുറയ്ക്കണം. അമിതമായി ആഹാരം കഴിക്കുന്നതുകൊണ്ട് പൊണ്ണത്തടി മാത്രമല്ല, ക്ഷീണം, അലസത, പിന്നെ പലതരം അസുഖങ്ങളും ഉണ്ടാകും. അയ്യോ, ആഹാരം കഴിച്ചാൽ അസുഖങ്ങൾ ഉണ്ടാവുമോ ഡോക്ടർ? കൊഴുപ്പ് കൂടിയ ഭക്ഷണം, എല്ലാ തരത്തിലുമുള്ള ഫാസ്റ്റ് ഫുഡ്, വേഫറുകൾ, ചിപ്സ്, നൂഡിൽസ് തുടങ്ങിയവ അധികം കഴിച്ചാൽ അസുഖങ്ങൾ ഉണ്ടാവും. അതെങ്ങനെയാ ഡോക്ടർ? അത് കണ്ടോ, ശരീരത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അന്നജമാണ്. എന്നാൽ അധികമെത്തുന്ന അന്നജത്തെ കൊഴുപ്പാക്കി മാറ്റിയാണ് ശരീരത്തിൽ സൂക്ഷിക്കുന്നത്. അന്നജവും കൊഴുപ്പും കൂടിയ ആഹാരം അമിതമായി കഴിക്കുമ്പോൾ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. ഇതുമൂലം രക്താതിസമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നു. പുകവലിശീലം ഇതിന് ആക്കം കൂട്ടുന്നു. ഇത് ക്രമേണ ഹൃദ്രോഗത്തിലേക്കും നയിക്കുന്നു. രക്താതിസമ്മർദ്ദം തലച്ചോറിൽ രക്തസ്രാവത്തിനും തുടർന്ന് പക്ഷാഘാതത്തിനും കാരണമാവാം. അയ്യോ, ഇനി എന്ത് ചെയ്യും ഡോക്ടർ? വിഷമിക്കണ്ട, നല്ലവണ്ണം വ്യായാമം ചെയ്താൽ മതി. കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കണം. ശരി ഡോക്ടർ, വണ്ണവും കുറയുമല്ലോ. ഞങ്ങളും വണ്ണം കുറയ്ക്കാൻ പോവുക. കടയിൽ നിന്ന് വാങ്ങുന്ന കൊഴുപ്പ് കൂടിയ ആഹാര സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കൂ. ഫാസ്റ്റ് ഫുഡ് കടകളിൽ നിന്നുള്ള ഭക്ഷണം, എണ്ണയിൽ വറുത്ത ആഹാര സാധനങ്ങൾ എന്നിവ കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും. വ്യായാമം ഒരു ശീലമാക്കണം, അത് ആരോഗ്യം മെച്ചപ്പെടുത്തും. ടിവി കണ്ട് ആഹാരം കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കുക. പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക. ഉയരത്തിനനുസരിച്ചുള്ള ഭാരം മാത്രം നിലനിർത്തുക.